ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ. എനിക്കിന്ന് വീണ്ടും പറയാനുള്ളത്, നമ്മളെ യൂട്യൂബേഴ്സിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ഒരു കേസ് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോഴും വീണ്ടും രേണുസുതി കേൾക്കുവാണെങ്കിൽ രേണുസുതിർത്തും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. രേണുസുതി സത്യം പറഞ്ഞാൽ ആ ഒരു ബിഷപ്പാണ് ഇപ്പോൾ ആ യൂട്യൂബർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു മീഡിയയ്ക്ക് കൊടുക്കുന്ന ചെറിയ ബൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെയാണ്, സെറ്റാണ്, ഓക്കെയാണ്. പക്ഷെ ഇതിനകത്തൊന്നും ഇല്ലാത്ത രേണുസുതി ഇപ്പോൾ ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ കയ്യിന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, ഒരു വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നല്ലോ, ഈ ഇല്ലാത്ത വള്ളി ഏണ് വെച്ച് പിടിക്കുക എന്നൊക്കെ പറയത്തില്ല, അതാ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രേണുസുതിയുടെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് കയറി നോക്കിയാൽ മതി, നല്ല രീതിയിൽ യൂട്യൂബേഴ്സിനെല്ലാം പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മളെ രേണുസുതി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഓർക്കണം, രേണുസുതിയും അല്ല ഈ ഒരു കേസ് കൊടുത്തിരിക്കണത്. രേണുസുതിയുടെ പെങ്ങള് കേസ് കൊടുത്തുന്ന രീതി അത് വേറെ, അത് ഓക്കെ, സമ്മതിക്കാം. പക്ഷെ ഈ ഒരു കേസിൽ അച്ഛനാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മളൊക്കെ എടുത്ത് പറയേണ്ടത്. പക്ഷേ എല്ലാ യൂട്യൂബേഴ്സും ഇപ്പൊ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രേണുസുതിനെയാണ്. ഇപ്പം ഓരോ അക്കൗണ്ടിലും ഒരു ദിവസം ഓരോ വീഡിയോസാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഡെയിലി ഇപ്പം ഒറ്റ ദിവസം കൊണ്ട് വീഴുന്നത് 3-4 വീഡിയോസാണ് ഓരോ യൂട്യൂബേഴ്സിന്റെ അക്കൗണ്ടിൽ വീണുകൊണ്ടിരിക്കുന്നത് രേണുസുതിക്കെതിരെ. അവർ പറയുന്നതിലാണ് രേണുസുതിക്ക് ഇതിനകത്ത് യാതൊരുവിധ കാര്യമില്ലെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ, രേണുസുതി കേൾക്കുന്നുണ്ടെങ്കിൽ രേണുസുതി ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ യൂട്യൂബേഴ്സിനെ ഒന്നും പ്രവോക്ക് ചെയ്തിട്ട് യാതൊരുവിധ കാര്യമില്ല. അവര് ഇങ്ങനെ പഴിവാങ്ങുക എന്നുള്ള രീതിയിൽ രേണുസുതി തന്നെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനും ഇങ്ങനെ പഴിവാങ്ങിക്കൊണ്ടിരിക്കുക. രേണുസുതി തന്നെ ആദ്യമേ വിചാരിക്കണം, ഒരു ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇത് അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് 3-4 വീഡിയോസാണ് ഇപ്പോൾ രേണുസുതിക്കെതിരെ വീണുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനകത്ത് നിന്ന് പല ഇൻഫർമേഷൻസും കിട്ടുന്നുണ്ട്. ഇതൊരു ഈ ഒരു കള്ളക്കേസാണെന്ന് പറയുന്നുണ്ട്. കുറെ വോയിസ് ക്ലിപ്പുകൾ വരുന്നുണ്ട്. ഗൂഢാലോചന ഇതാണ്. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നത്, ആ പുള്ളിയുടെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ, ആ റെയർ റീൽസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ കയറി നോക്കി കഴിഞ്ഞാൽ യാതൊരുവിധ ഒരു ഇതും കാണുന്നില്ല. ജസ്റ്റ് ഒരു ഇമാജിനേഷൻ കഥ പറയുന്ന രീതി മാത്രമേ ഉള്ളൂ. ഇതെന്തുകൊണ്ടാ ഈ ഒരു അച്ഛന് ഇത്രയും എഫക്റ്റ് ആയെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഒരു വഴി രേണുസുതി അക്കൗണ്ടാണ്. അപ്പോൾ നോക്കിക്കോണം എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന്. ഇതിനകത്ത് ആദ്യം ഇട്ട ഒരു വീഡിയോ ഉണ്ട്. ആദ്യം നാണ്ടാ സ്റ്റേഷനിൽ മറ്റേ സന്ദീപ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു വീഡിയോ ഉണ്ട്. ആണ്ട ഇതിനകത്തെ ഡയലോഗ് ഉണ്ടോ, കേരള പോലീസ് പൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ ഒരു വീഡിയോ തന്നെ രണ്ടാമത് വീണ്ടും അതിനകത്ത് കുറേ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട്, നോക്കിയിരുന്നോ ഇനി എന്നെ ദ്രോഹിച്ച എല്ലാത്തിനെയും പൂട്ടും എന്നൊക്കെയുള്ള രീതിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ രേണുസുതി വീണ്ടും അതൊരു പ്രവോക്ക് എന്നുള്ള രീതിയിലേ പോന്നോളും. മനസ്സിലായില്ലേ? ഒരു കാരണവശാലും രേണുസുതിയുടെ കേസല്ല വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. രേണുസുതി അല്ല ഇതിനകത്ത് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അച്ഛനും ആ ഒരു ബിഷപ്പും യൂട്യൂബേഴ്സും തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ, പക്ഷേ രേണുസുതി ഇതെടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ കുറേ ഫോളോവേഴ്സ് സപ്പോർട്ട് ചെയ്ത് അത് വന്ന് കുറേ കമന്റ് ഇടുന്നുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലും ഒരു രേണുസുതിയുടെ എന്നുള്ള ഒരു കേസിൽ അത് ബിഷപ്പും പറയുന്നില്ല. എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ബിഷപ്പ് രേണുസുതിയെ ഒരു ഇതാക്കുന്നു എന്നാണ് എൻ്റെ തോന്നൽ മാത്രമാണ്, ആണെന്ന് പറയുന്നില്ല. എന്നുവെച്ചാൽ കരുവാക്കുക എന്നൊക്കെ പറയത്തില്ലേ, ബിഷപ്പ് കരുവാക്കുവാണോ, ഇനി രേണുസുതി ബിഷപ്പിനെ കരുവാക്കി ഇൻഫ്ലുവൻസ് ചെയ്യണോ, റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നൊരു പിടുത്തമില്ല. ഇപ്പോൾ രേണുസുതി അക്കൗണ്ടിൽ ഓരോ DYSPയുടെ ഒരു ഇതും കിടപ്പുണ്ട്, അത് നമുക്കൊന്ന് കണ്ടുപോകാം. എടപ്പാൾ സ്വദേശിയാണ്. അയാളുടെ വീട്ടിൽ നിന്നാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. ആ കേസിൽ ഉൾപ്പെട്ട 2 മൊബൈൽ ഫോണും ലാപ്ടോപ്പും സീസ് ചെയ്ത് കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. എനിക്ക് ഈ വ്യക്തിയുമായിട്ട് യാതൊരു മുൻപരിചയമോ ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. അവർക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ പ്രതീക്ഷിച്ച് ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കി ഇങ്ങനെ യൂട്യൂബർമാർ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ ഇടുന്നത് ശക്തമായ നിയമ നടപടികളിലൂടെ ഇല്ലാതാക്കാനുള്ള ശ്രമം പോലീസ് ചെയ്തു വരുന്നുണ്ട്. യൂട്യൂബർമാർ ഒരിക്കലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൺലൈൻ മീഡിയാസിൽ വരുന്ന കാര്യങ്ങൾ ഇവർ ഈ കൊടുക്കുന്ന ബൈറ്റുകൾ എടുത്തിട്ട് മാത്രമാണ് ഈ റിയാക്ഷൻ ചെയ്യുന്നത് മിക്ക ആൾക്കാരും. മനസ്സിലായോ? അത് നേരിട്ട് വിളിച്ച് അന്വേഷിക്കുന്ന യൂട്യൂബർമാരും ഉണ്ട്.
ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ശരിയാണോ എന്നുള്ളത് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ബിഷപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബിഷപ്പിന്റെ വേറെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. രേണു സുധിയും ബിഷപ്പും തമ്മിലുള്ള ഇഷ്യൂസിന്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ബിഷപ്പ് ഒരു സൈഡിൽ നിന്ന് ഇപ്പം വെച്ചാൽ ഈ കാണുന്ന ജനങ്ങൾക്ക് എന്തോ കൺഫ്യൂഷൻ വരുന്ന അറിയോ? ബിഷപ്പ് ഒരു സമയത്താണെങ്കിൽ രേണു സുധീനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന് രേണു സുധി ബിഷപ്പിനെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതൊക്കെ നമുക്കറിയാവുന്ന കേസാണ്. ഇപ്പൊ രേണു സുധിക്ക് ഇത് സംഭവിച്ചപ്പോഴത്തേക്കും ബിഷപ്പ് വന്നിട്ട് എന്തോ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും 2 കാല് മാറിയെന്നുള്ള രീതിയിൽ ആ ഒരു ഇതിൽ പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചുവിനെ ഇതിനകത്ത് ബിഷപ്പ് പിടിച്ചിട്ടു. കിച്ചുവിന്റെ കുറെ ഈ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാണും. അവരും ഇങ്ങനെ കുറെ അവരുടെ ഭാഗത്തുനിന്നും കുറെ കമന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. അപ്പൊ ഇതൊന്നും അല്ല ഇതിനകത്തെ വിഷയം. രേണു സുധിയാണ് ഇതിപ്പം മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ മീഡിയാസിൽ വരുന്ന കാര്യങ്ങൾ, ഓൺലൈൻ മീഡിയാസിന് ഇന്റർവ്യൂ കൊടുക്കുന്നു, അവർക്ക് ബൈറ്റ് കൊടുക്കുന്നു. ആ ബൈറ്റ് എടുത്ത് വെച്ചിട്ടാണ് ബാക്കിയുള്ള യൂട്യൂബേഴ്സും കാര്യങ്ങളെല്ലാം വീഡിയോസും റിയാക്ഷൻ വീഡിയോസും എല്ലാം ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനാണ് എന്ന് പറയുന്നില്ല. പിന്നെ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും വോയിസ് ക്ലിപ്പുകളും തെളിവുകളും അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരിക്കലും അവരാരും അടിച്ചേൽപ്പിക്കുന്നില്ല അവരാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിൽ. ഇനി ആവർത്തിച്ചാൽ ഇതിലും കഠിനമായ രീതിയിലുള്ള നോൺ വെയിലബിൾ സെക്ഷൻസ് തന്നെ ഇട്ടിട്ട് നമ്മൾ റിമാൻഡിലോട്ട് കടക്കുന്ന രീതിയിലുള്ള നടപടിയെടുക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെ ബിഷപ്പിനെ അധിക്ഷേപിച്ച യൂട്യൂബർ അറസ്റ്റിൽ. ഇടപ്പാൾ സ്വദേശിയായ യൂട്യൂബർ സന്ദീപ് ഇടപ്പാളിനെയാണ് തൃക്കുടിത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായ നോബിൾ ഫിലിപ്പ് അമ്പലവേലിക്കെതിരെ നിരന്തരമായി യൂട്യൂബിലൂടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നുവെന്ന പരാതിയിലാണ് സന്ദീപിനെ തൃക്കുടിത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നെ ഈ പറയുന്ന കണക്ക് ബിഷപ്പിനെ അധിക്ഷേപിച്ചെന്നുള്ള ഒരു വീഡിയോസ് ഒന്നും ഈ സന്ദീപ് എടപ്പാളിന്റെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും കാണാൻ പറ്റില്ല. പുള്ളി ഒരു ഇമാജിനേഷൻ കഥാപാത്രം, ഒരു കഥ പറയുന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇവരെ ലൈഫ് പറയുന്നില്ല, ഇവരെ കുടുംബങ്ങളെ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. തുടങ്ങുന്ന തന്നെ കാണാം ഒരു ഇമാജിനേഷൻ എന്നുള്ള രീതിയിൽ, സാങ്കല്പികം മാത്രമാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ പറയുന്ന ഈ സന്ദീപ് എടപ്പാൾ സ്റ്റേഷൻ ജാമ്യത്തിൽ പുള്ളി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സീരിയസ് എന്തോ ഒരു കേസ്, അതിൻ്റെ ഒരു BNS വകുപ്പൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേന് എന്തോ കലാപം ഉണ്ടാക്കിയ കണക്കൊക്കെയാണ് ഓരോന്ന് പറയാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അത് കയറി കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്തോ. ഇനി വല്ല ഗൂഢാലോചനയാണോ വേറെ വല്ലതൊക്കെ ആണോ നടക്കുന്നതെന്നൊന്നും നമുക്ക് ആർക്കും ഒരു പിടുത്തമില്ല. നമ്മളെന്തായാലും ഈ ഓൺലൈൻ മീഡിയാസിന് ബൈറ്റ് കൊടുക്കുന്നതനുസരിച്ച് ആണ് ആ വീഡിയോസൊക്കെ എടുത്ത് റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ രേണുസുധിയുടെ കേസ് പറയുകയാണെങ്കിൽ രേണുസുധി ഒരു സമയത്ത് പറയുന്നതായിരിക്കത്തില്ല പിന്നെ പറയുന്നത്, അങ്ങനത്തെ ഉള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. അത് കുറെ വീഡിയോസും തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ പറയുന്ന കണക്ക് യൂട്യൂബേഴ്സ്മാരൊക്കെ ഞാനിവിടെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ എങ്കിലും എനിക്ക് ആലോചിക്കാൻ വയ്യാത്തതാടാ, ഈ രേണുസുധി എന്തിനാണ് അതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്? രേണുസുധിയുടെ കേസല്ലല്ലോ ഇത്, ബിഷപ്പിന്റെ കേസല്ലേ. ബിഷപ്പ് എന്നിട്ട് രേണുസുധിനെ കുറിച്ച് ഒന്നും പറയുന്നുമില്ല. ഇതൊരുമാതിരി ബിഷപ്പ് ഇനി രേണുസുധിനെ കരുവാക്കുവാന്നോ അതോ ഇനി രേണുസുധി ബിഷപ്പിനെ കരുവാക്കി എന്ന് വെച്ചാല് എന്തുവാ രേണുസുധി ബിഷപ്പിനെ വെച്ച് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ അതോ ഇനി ബിഷപ്പിനെ റീച്ച് ആവാൻ വേണ്ടിയിട്ട്? അങ്ങനല്ല, പുള്ളിയുടെ കാര്യം പറയുന്നത്. അതൊക്കെ നമ്മളെല്ലാവരും നല്ല കാര്യം പറഞ്ഞാൽ നല്ല കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും അങ്ങനൊന്നുമില്ല. രേണുസുധിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. രേണുസുധി പല ടൈമിലും പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും അവർ ഈ ഒരു ട്രീറ്റ്മെന്റ് ഒരു വയ്യാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ കാര്യം നോക്കി പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നലാണ് പറഞ്ഞത്. അവരുടെ കാര്യം നോക്കി അവർ ട്രീറ്റ്മെന്റും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്ത് പോകണമായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. ഈ ഒരു കാര്യത്തിനകത്തോട്ട് രേണുസുധി കൂടുതൽ ഇടപെടാതിരിക്കുക എന്നേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനായിട്ടില്ല. യൂട്യൂബേഴ്സിനെ അറസ്റ്റ് ചെയ്തു, യൂട്യൂബേഴ്സ് നോക്കിയിരുന്നു, യൂട്യൂബേഴ്സുകളിൽ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ഓരോരോ പോസ്റ്റുകൾ ഇങ്ങനെ രേണുസുധിയുടെ അക്കൗണ്ടുകളിൽ വരുന്നുണ്ട്. അതിനനുസരിച്ച് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ബിഷപ്പിനെ ഒന്നും പറയുന്നില്ല. സത്യം പറഞ്ഞാൽ ബിഷപ്പിനെ ഒന്നും പറയുന്നില്ല. രേണുസുധിക്ക് അപ്പം എല്ലാ പഴികളും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു തോന്നലുകളാണ്. ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്ട. നിങ്ങൾ നോക്കിയാൽ മിക്ക യൂട്യൂബേഴ്സും ഇപ്പൊ രേണുസുധിയുടെ പേരിൽ വീണ്ടും വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പരിതാപകരം എന്നാണ് പറയാൻ പറ്റത്തുള്ളൂ അതിനെ. രേണുസുധി ഇത് ഇടപെടേണ്ട കാര്യമില്ല. രേണുസുധി ചുമ്മാ എന്തുവാണ്, അവരവരെ കാര്യം നോക്കി, പുള്ളിക്ക് പരാതി ഉണ്ടെങ്കിൽ കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്താൽ അവരെ ഇത് പോട്ടെ, അത്രേ ഉള്ളൂ.
ഇപ്പൊ ഇല്ല ഉറുമ്പും ഇല്ലേ കടന്നൽ കൂട്ടി കല്ലെറിഞ്ഞ കണക്കാ ഇപ്പൊ യൂട്യൂബർമാരുടെ അവസ്ഥ. ഫുള്ള് രേണുസുതിക്ക് എതിരാണ്. ഫുള്ള് രേണുസുതിക്ക് എതിരാണോ വെച്ചാൽ അവരെല്ലാരും പറയുന്നത് രേണുസുതി എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത്, എന്തിനാ ഇടപെടുന്നതെന്നാ എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗൈസ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.